ഊസീകും വഇയ്യായ ബിതഖ്വല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹു വിരോധിച്ച വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹു പ്രതീക്ഷ അർപ്പിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇന്ന് നമ്മുടെ അച്ചുൽ ഫൈസിന്റെ ക്ലാസ് ഉണ്ടായിരുന്ന, ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന, ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇല്ലല്ലേ? അച്ചുൽ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിരുന്നു, ക്ലാസ് തുടങ്ങാന്ന് പുനരാരംഭിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിട്ട് അത് ഇൻഷാ അല്ലാഹ് ചെയ്യാം. അപ്പൊ ഏതായാലും ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഗുണകാംക്ഷിയായ ഒരാട് ഒമാനിൽ നിന്നും ഇന്നലെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ 14 വയസ്സുകാരനായ മിസ്ഹർ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ കുട്ടിക്ക് ക്യാൻസർ ആണ്. അപ്പൊ നമ്മോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. 14 വയസ്സായ കുട്ടിയാണ്, ആൺകുട്ടി, മിസ്ഹർ എന്നാണ് പേര്. ക്യാൻസറാണ്. 14 വയസ്സായ കുട്ടിയോ ക്യാൻസർ എന്ന് പറഞ്ഞാല് അള്ളാഹു സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മഹളായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആദം നബി അലൈഹി സ്വലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരേക്കുമുള്ള എല്ലാ നബിമാരുടെയും മുർസലീങ്ങളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിന്റെ മുഖറബീങ്ങളായ എല്ലാ മലക്കുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ഏത് മാരകമായ രോഗമാണെങ്കിലും ശരി, ആ കുട്ടിക്ക് നീ പൂർണ്ണ ശിഫ നൽകണേ പടച്ചവനെ. ആ കുട്ടിക്ക് നീ സിഹത്തും ആഫിയത്തും നിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ നൽകിക്കൊണ്ട് നീ ആ കുടുംബത്തെ സന്തോഷിപ്പിക്കണേ. ആ കുട്ടിയെ കൊണ്ട് ദീനിന് നീ വലിയ ഉപകാരം നൽകണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി സ്വഹ്ബിഹി അജ്മഈൻ. പിന്നെ ചോദ്യം, 2014 ജനുവരി മുതൽ 1000 രൂപ വീതം സാലറിയിൽ നിന്നും മിച്ചം വെക്കുന്ന ഒരാൾ 2014 ഡിസംബറിൽ 12,000 സ്വന്തമാക്കുന്നു. എന്താണ് ചോദ്യം? 2014 ജനുവരി കൊല്ലത്തിന്റെ തുടക്കമാണല്ലോ. ജനുവരിയിൽ ശമ്പളം കിട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ചെലവൊക്കെ കഴിച്ച് ബാക്കി 1000 രൂപയുടെ മിച്ചം വെച്ചു. ഫെബ്രുവരിയിൽ അങ്ങനെ മിച്ചം വെച്ച്, അങ്ങനെ 2014 ഡിസംബർ ആയപ്പോ 12 മാസം പൂർത്തിയായി. അപ്പൊ 12,000 ദിർഹം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? മിച്ചം വെച്ചിട്ട് ഉണ്ട് എന്ന്. അദ്ദേഹം 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്? അങ്ങനെ കൊടുക്കുമ്പോൾ 1000 രൂപ മാത്രമല്ലേ ഒരു വർഷം പൂർത്തിയായിട്ടുള്ളൂ എന്ന്. 1000 രൂപക്ക് മാത്രമല്ലേ ഒരു വർഷം പൂർത്തിയായിട്ടുള്ളൂ എന്ന്. നിസാബ് തികയുകയും അതുപോലെ തന്നെ ഒരു വർഷം പൂർത്തിയാവും ചെയ്യാണല്ലോ, എന്നാലേ സക്കാത്ത് കൊടുക്കാനുള്ളൂ. അപ്പൊ ഒരു വർഷം പൂർത്തിയായാൽ അവിടെ ഒരു വർഷം ഏതിനെ പൂർത്തിയായിട്ടുള്ളൂ? ആദ്യത്തെ ജനുവരിയിൽ സൂക്ഷിച്ച 1000-നല്ലേ ഒരു വർഷം പൂർത്തിയായിട്ടുള്ളൂ എന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം. ബാക്കിയുള്ള 11,000 ഉണ്ടല്ലേ, 11,000 ഒരു വർഷം പൂർത്തിയായിട്ടില്ലല്ലോ. ആ 11,000-ലെ 1000 ഇനി അടുത്ത മാസം ഒരു വർഷം പൂർത്തിയാകുള്ളൂ. പിന്നെ വേറൊരു 1000 അതിന്റെയും പിറ്റത്തെ മാസത്തെ പൂർത്തിയാകുള്ളൂ. അതാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തത് ജനുവരി ഫെബ്രുവരി എല്ലാ വിഷയത്തിലും കണക്കാക്കേണ്ടത്. മുഹറം സഫറൊക്കെയാണ് കണക്കാക്കേണ്ടത്. ഹിജറ വർഷമാണ്, ഖമരിയായ വർഷമാണ്, പിന്നെ മാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വർഷമാണ് തീരുമാനിക്കേണ്ടത്. കാരണം എന്താ? കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇംഗ്ലീഷ് വർഷവും അതുപോലെ തന്നെ അറബി വർഷം തമ്മിൽ ഒരു വർഷത്തില് ഒരു 8-10 ദിവസം വ്യത്യാസം ഉണ്ടാവും. 6, 7, 8, 10 ദിവസം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് വർഷം കണക്കാക്കേണ്ടത് ഹിജറ വർഷം ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പൊ നമ്മൾ 2014 വേണ്ട, നമ്മള് 1435 ആയിക്കോട്ടെ അല്ലെ, 1435 മുഹറം അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ കണക്കാക്കണം. അങ്ങനെയും വേണ്ട. ഇതിപ്പോ റജബ് മാസമാണല്ലേ. കഴിഞ്ഞ റജബ്
കഴിഞ്ഞ റജബ് 1 ഒരാൾ എന്ത് ചെയ്ത് 1000 രൂപ സൂക്ഷിച്ചു. റജബ് ഷാബാൻ 1 അയാൾ 1000 സൂക്ഷിച്ചു. റമദാനിലും 1000 സൂക്ഷിച്ചു. അങ്ങനെ ഓരോ മാസവും ഓരോ ഈ മാസവും 1000 രൂപ അങ്ങനെ സൂക്ഷിച്ചു. അങ്ങനെ ഈ റജബ് ആയപ്പോൾ 1 വർഷം പൂർത്തിയായി. അപ്പോൾ അതിൽ നിന്ന് 1000 ദിർഹമിനാണ് 1 വർഷം പൂർത്തിയായിട്ടുള്ളത്. ബാക്കി 11,000-ന് 1000 വർഷം പൂർത്തിയായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൈസ സൂക്ഷിക്കുകയാണ്. പൈസ സൂക്ഷിച്ചിട്ട് നിസാബ് എപ്പോഴാണോ തികയുക എന്ന് നോക്കുക. എന്നിട്ട് നിസാബ് തികഞ്ഞോടെ മുതൽക്കാണ് 1 വർഷം കണക്കാക്കേണ്ടത്. അതല്ല സൂക്ഷിക്കാൻ തുടങ്ങിയോടെ മുതലല്ല. നിസാബ് തികഞ്ഞോടെ മുതൽ 1 വർഷം പൂർത്തിയാകുന്നുണ്ടോ ഇല്ല എന്നാണ് നോക്കേണ്ടത്. നിസാബ് എന്ന് പറഞ്ഞാൽ 85 ഗ്രാം സ്വർണത്തിന്റെ വില, അതല്ലെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ വിലയാണ്. അപ്പൊ 595 ഗ്രാം വെള്ളിക്ക് ഇപ്പോ ഒരു 3000 ദിർഹം വേണ്ടി വരും എന്ന് വിചാരിക്കുക. എനിക്ക് അതിന് കൃത്യമായിട്ട് വില അറിയില്ല. ഏതായാലും ശരി 595 ഗ്രാം വെള്ളി, അതിനിപ്പോ ഒരു 3000 ദിർഹം വേണ്ടി വരുമെന്ന് നോക്കൂ. അപ്പോൾ മുഹറത്തിൽ അയാൾ എന്ത് ചെയ്തു? കഴിഞ്ഞ റജബില് കഴിഞ്ഞ റജബിലാണ് അയാൾ 1000 സൂക്ഷിച്ചത്. അപ്പൊ അവിടെ നിസാബ് തികഞ്ഞിട്ടില്ല. കാരണം എന്താണ്? കഴിഞ്ഞ റജബില് 1000 ദിർഹമാണ് അയാൾ സൂക്ഷിച്ചിട്ടുള്ളത്. 1000 ദിർഹം കൊണ്ട് 595 ഗ്രാം വെള്ളി കിട്ടൂല. റജബ് ഷാബാനിലും അയാൾ 1000 സൂക്ഷിച്ചു. അപ്പോൾ 2000 ദിർഹമായിട്ട് ഇവിടെ 2000-നും 595 ഗ്രാം വെള്ളി കിട്ടുകയില്ല. റജബ് ഷാബാൻ റമദാനിൽ അയാൾ എന്ത് ചെയ്ത് 1000 സൂക്ഷിച്ചു. അപ്പോൾ 3000 ആയി അല്ലെ? അപ്പൊ അയാളുടെ കയ്യിൽ പത്ര ഉണ്ട്? 3000 ഉണ്ട്. 3000 ദിർഹമിന് എന്തുണ്ട്? 3000 ദിർഹം കൊണ്ട് 595 ഗ്രാം വെള്ളി കിട്ടും. അപ്പൊ നിസാബ് പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ നിസാബ് പൂർത്തിയായ മാസം കഴിഞ്ഞ റമദാനിലാണല്ലേ? ആ റമദാൻ മുതൽ 1 വർഷം പൂർത്തിയാവണം. അപ്പൊ ഈ പിറ്റത്തെ റമദാനിൽ അയാൾക്ക് നിസാബ് തികഞ്ഞതിന് ശേഷം 1 വർഷം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ 2% കൊടുക്കേണ്ടത്. അവിടെ ഇപ്പൊ ഏതിന്റെ 2% കൊടുക്കുന്നത്? ആ 3000-ന്റെ കൊടുത്താൽ മതി. അവിടെ 3000-ന്റെ കൊടുത്താൽ മതി. 3000 ഉണ്ടല്ലോ, ആ 3000-നാണ് ഇപ്പൊ 1 വർഷം പൂർത്തിയായിട്ടുള്ളത് അല്ലെ? ആ നിസാബ് തികഞ്ഞ സംഖ്യ ആ 3000-നാണ് 1 വർഷം പൂർത്തിയായിട്ടുള്ളത് ഇപ്പൊ റമദാനില്. അപ്പൊ അതിന്റെ 2% കൊടുത്താൽ മതി. പിന്നെ ആള് ഷവ്വാലിലും ദുൽഖഅദിലും ദുൽഹജ്ജിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെ? ഷവ്വാലിലും 1000 സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ദുൽഖഅദിലും 1000 സൂക്ഷിച്ചിട്ടുണ്ട്. ദുൽഹജ്ജിലും 1000 സൂക്ഷിച്ചു. അപ്പോഴോ? അപ്പൊ ദുൽഹജ്ജ് ആയപ്പോഴും പിന്നെ നിസാബ് 1500 മതി. അതൊന്നല്ല, ഒരു ഉദാഹരണം പറയല്ലോ. ഇപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാലോ. ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് ഇപ്പൊ അവിടെ 3000 ആയിട്ടുണ്ട്. അപ്പൊ പിറ്റത്തെ ദുൽഹജ്ജിലും എന്ത് വേണം? ആ 3000-ന്റെ പിന്നെ സക്കാത്ത് കൊടുക്കണം. ദുൽഹജ്ജ്, പിന്നെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ ആയപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ 3000 പൂർത്തിയായിട്ടുണ്ട്. അത് പിറ്റത്തെ റബീഉൽ അവ്വലിൽ 3000-ന്റെ 2% സക്കാത്ത് കൊടുക്കണം. ആ രീതിയിലാണ് കണക്കാക്കേണ്ടത്. പക്ഷെ അതിനേക്കാളൊക്കെ എളുപ്പം എന്താണെന്നുണ്ടാ, കൂടുതൽ പൈസ ഒന്നും ഇല്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചക്കൊക്കെ ഈ കൊടുക്കുന്ന ആളുകൾ തയ്യാറാകുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? നിസാബ് പൂർത്തിയായോടെ മുതൽ 1 വർഷം പൂർത്തിയായാൽ ആ നിസാബ് തികഞ്ഞ സംഖ്യയുടെ 2% സക്കാത്ത് കൊടുക്കണം. അയാളുടെ അടുക്കൽ വേറെ സംഖ്യ ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ സംഖ്യന്റെ സക്കാത്തൊക്കെ എപ്പോഴാണ് കൊടുക്കേണ്ടത്? അതിന്റെ നിസാബ് പൂർത്തിയായതിന്റെ ശേഷമാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ എളുപ്പം എന്താണ് വെച്ചോ, ഇവിടെ ഇപ്പൊ ഇങ്ങനെ എഴുതി വെക്കേണ്ടി വരും. ഇതിനൊക്കെ അല്ലെ? ഇതിങ്ങനെ എഴുതി വെക്കേണ്ടി വരും. മുഹറത്തിൽ 1000 സൂക്ഷിച്ചു, 2000 സഫറിൽ മുഹറം റജബില്, പിന്നെ ഷവ്വാൽ, ഷഅബാൻ, റമദാൻ ഇങ്ങനെയൊക്കെ എഴുതി വെക്കണം. പിന്നെ ഷവ്വാല് 1000 രൂപ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിന്നെ ദുൽഖഅദിൽ ഉണ്ടായിരുന്നു. ദുൽഹജ്ജ് ആയപ്പോൾ 3000 ആയിട്ട് നിസാബ് തികഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ വേറെ എഴുതി വെക്കണം. ആ എഴുതി വെച്ചോടെ മുതൽ നിസാബ് തികഞ്ഞോടെ മുതൽ 1 വർഷം പൂർത്തിയാകാണെന്ന് നോക്കിക്കണം. എന്നിട്ട് അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പതാ വിഷയമൊക്കെ. അതിനേക്കാൾക്ക് എളുപ്പം എന്താണ്? ഇങ്ങനെ നിർബന്ധമുള്ളൂ. ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരി സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളൂ. പക്ഷെ എങ്ങനെയും ചെയ്യാം. ഇനി കഴിഞ്ഞ റജബില് റജബിലാണ് നമ്മൾ തുടക്കം പറഞ്ഞതല്ലേ? റജബിൽ 1000 സൂക്ഷിച്ചിട്ടുണ്ട്. ഷവ്വാലിലും റജബ്, ഷഅബാനിലും റമദാനായപ്പോഴേക്കും നിസാബ് പൂർത്തിയായിട്ടുണ്ട്. പിറ്റത്തെ റമദാനാകുമ്പോൾ അയാൾ അടുക്കളുടെ സംഖ്യന്റെ മുഴുവൻ 2% കൊടുക്കുക. പിറ്റത്തെ റമദാനായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അടുക്കൽ 12000 ദിർഹം ഉണ്ട്. അപ്പൊ 12000-ന്റെയും 2% കൊടുക്കുക. എന്നാലോ അതാണ് എളുപ്പം. പക്ഷെ അപ്പം തന്നെ അയാൾക്ക് നിസാബ് തികയാത്ത കുറെ സംഖ്യന്റെ സക്കാത്ത് മുഴുവൻ അയാൾ കൊടുത്തിട്ടുണ്ട്. അയാളെ കയ്യിൽ നിന്ന് കുറച്ച് നഷ്ടം വരില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നഷ്ടം സഹിക്കാൻ തയ്യാറാവണം. അതാണ് എളുപ്പം.
അതാണ്. സക്കാത്ത് സഹിഹാണെങ്കിൽ എന്ത് മതി? നിസാബ് പൂർത്തിയായ ശേഷം തന്നെ സക്കാത്ത് കൊടുക്കാം. ഒരു വർഷം പിന്നെ കാത്തിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോഴേ നിർബന്ധമാവുള്ളൂ എന്ന് അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ 1000 രൂപ 2 അങ്ങനെ പോയിട്ട് ഇങ്ങനെ 1000 രൂപയുടെ 2% അടുത്ത മാസം അപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദ് ടെക്സ്റ്റ് വഴി മറുപടി തന്നാൽ നന്നായിരുന്നു. അദ്ദേഹത്തിന് ടെക്സ്റ്റിലൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ മൈക്കെടുക്കുമ്പോഴേ പറയുള്ളൂ. കാരണം അത് കുറെ പറയാനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാണ്. ഇതൊക്കെ ടെക്സ്റ്റിലൂടെ അറിയിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സമയത്ത് ഞാൻ മൈക്കെടുക്കുമ്പോൾ വിശദീകരിച്ചോളാം എന്ന് അദ്ദേഹത്തിന് PM-ലൂടെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഉസ്താദ് മറുപടി പറയുമ്പോൾ എനിക്ക് കേൾക്കാനാവുമോ എന്നറിയില്ല. ഉസ്താദെ ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കുമല്ലോ. ദുആ വസിയത്തോടെ നസീർ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പള്ളിയിൽ സല നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് ശരീരത്തിലും വസ്ത്രത്തിലും നജസുണ്ടോ എന്നതിനാൽ റൂമിൽ പോയി ആ എക്കാശക്ക് മാറ്റി നിസ്കരിച്ചാൽ പോരെ എന്ന് ഒന്ന് മൈക്കിൽ വരൂ പ്ലീസ്. കുറച്ച് നേരത്തെ അടിച്ചാണ്. ഒന്ന് മൈക്കിൽ വരൂ പറഞ്ഞാൽ അപ്പൊ അത് ചോദിച്ചോടൻ തരം മൈക്കിൽ വരാ. ബുദ്ധിമുട്ടാണല്ലോ. അതൊരു ബുദ്ധിമുട്ടാണ്. ഒരാളിങ്ങനെ ഒരു സംശയം ചോദിക്കുമ്പോഴേ അപ്പൊ നമുക്ക് മൈക്കിൽ തന്നെ പറയാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് ഒരാളെ PM ചെയ്ത് ആ PM എന്റെ ശ്രദ്ധയപ്പെട്ടാൽ അപ്പൊ തന്നെ PM-ലൂടെ മറുപടി കൊടുക്കുക എന്നല്ലാതെ അപ്പൊ മൈക്കെടുത്ത് അതിനൊന്ന് മറുപടി അറിയാം. അത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ മൈക്കിലൂടെ പറയുന്ന ഈ സമയമാണ് നമ്മൾ തിരഞ്ഞെടുത്തുള്ളത്. അപ്പോ അത് പറയാം. അതാണ് അതിന്റെ. ഏതായാലും ശരി, പള്ളിയിൽ പോയി നോക്കുമ്പോൾ ഒരു സംശയം, അവന്റെ വസ്ത്രത്തിലും ഒക്കെ നജസ് ഉണ്ടോ എന്നൊരു സംശയമാണ്. സംശയത്തിനൊരു അടിസ്ഥാനമൊന്നുമില്ല. എന്റെ ശരീരത്തിൽ നജസായിട്ട് ഉണ്ടാവുമോ, വസ്ത്രത്തിന് നജസായിട്ട് ഉണ്ടാവുമോ, അതൊക്കെ ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ള തോന്നിപ്പിക്കലാണ്. കാരണം ശൈത്താൻ ഉദ്ദേശിക്കുന്നത് ഇവനെപ്പോ എങ്ങനെയാണ് ഈ ജമാഅത്തിൽ നിന്ന് ഒന്ന് പുറത്താക്കണം എന്നാണ്. അല്ലേ? ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വളരെ ശ്രേഷ്ഠതയുള്ളൂ. 27 ഇരട്ടി പ്രതിഫലമാണ്. എന്ന് മാത്രമല്ല, നിസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ പള്ളിയുടെ അടുത്തുള്ള ആള്, പള്ളിയുടെ ജാറായി അയൽവാസിയായി പരിഗണിക്കപ്പെടുന്ന ഒരാള്, അയാളുടെ നിസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിക്കണം. അതിന്റെ മുഴുവൻ കൂലി കിട്ടുള്ളൂ. അല്ല, വീട്ടിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. പക്ഷെ അതേ സമയത്ത് അതിൻ്റെതായ മുഴുവൻ കൂലി കിട്ടണമെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കണം. പുരുഷന്മാർക്ക്, പള്ളിന്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ഇവൻക്കിപ്പോ ആ കൂലിയൊക്കെ നഷ്ടപ്പെടുത്തി കളയണം അപ്പൊ ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പള്ളിയിലെത്തിയതിനു ശേഷം ശൈത്താൻ തോന്നിപ്പിക്കുകയാണ്, എന്റെ വസ്ത്രത്തിൽ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ്, എന്റെ വസ്ത്രത്തിൽ ഇപ്പൊ നേരെ അങ്ങനെ ആയിട്ടുണ്ടാവൂലേ. അപ്പൊ എനിക്ക് നല്ലത് ഇപ്പോ എന്താണ്, റൂമിൽ പോയിട്ട് വസ്ത്രമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലപോലെ നിസ്കരിക്കല്ലേ എന്നൊക്കെ ശൈത്താൻ തോന്നിപ്പിക്കുക. അള്ളാഹു തആലാന്റെ ദീനിൽ ഓരോന്നിനൊരു മസല ഉണ്ട്. എന്താണത്? നജസായിട്ട് ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ സംശയമാണ്. അപ്പൊ നജസായിട്ട് ഇല്ലാന്ന് അതിന്റെ അർത്ഥം. അവന്റെ വസ്ത്രത്തിൽ നജസ് ഇല്ലാന്നാ. നേരെ മറിച്ച് നജസായിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ശുദ്ധീകരിച്ചോ ഇല്ല എന്ന സംശയമാണ്. അവന്റെ വസ്ത്രത്തിൽ നജസായിട്ടുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്. കാരണം അവൻ കണ്ടിട്ടുണ്ട് നജസ്. പക്ഷെ ഞാനത് ശുദ്ധീകരിച്ചോ ഇല്ല എന്ന സംശയം. അപ്പൊ അവിടെ ശുദ്ധീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നജസായിട്ടുണ്ടോ ഇല്ല എന്നൊരു സംശയം. അപ്പൊ നജസായിട്ടില്ല. അതാണ് എന്റെ മസാല. അപ്പൊ ഒരാൾ പള്ളിയിൽ പോയപ്പോൾ അയാൾക്ക് സംശയം, എന്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ നജസ് ഉണ്ടോ എന്ന സംശയമാണ്. അപ്പൊ ആ സംശയത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. അവന്റെ വസ്ത്രത്തിൽ നജസ് ഇല്ല, ശരീരത്തിൽ നജസ് ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അയാൾ പള്ളി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. കൺമഷി വലിയവർക്ക് ഇടാൻ പാടുണ്ടോ? കൺമഷിക്ക് ഇടാം, അതുകൊണ്ട് വിരോധമില്ല. കൺമഷി സാധാരണ സുറുമ ഇതുണ്ടല്ലോ, സുറുമ, അത് ഇടല് അനുവദനീയമാണെന്ന് മാത്രമല്ല സുന്നത്ത് കൂടിയാണ്. അത് ഇടല് ഇടക്കൊക്കെ സുറുമ ഇടുമ്പോൾ ഒറ്റയായിട്ട് ഇടുക. 1, 3, 5, 7 ഇങ്ങനെയൊക്കെ പ്രാവശ്യം. 2, 4, 6, 8 അങ്ങനെ ഇരട്ടായിട്ടല്ല, ഒറ്റയായിട്ട്. ഒരു കണ്ണില് ഒരു 3 പ്രാവശ്യം പിന്നെ ഒരിക്കൽ സുറുമ തേച്ച് പിന്നെ ഒരിക്കൽ കൂടി തേക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കൽ കൂടി തേക്കുക, അങ്ങനെ 3 ആക്കുക. 4 പ്രാവശ്യമായിട്ട് ഒരിക്കൽ കൂടി തേച്ചിട്ട് 5 ആക്കുക. അങ്ങനെ ഒറ്റയായ രീതിയില് സുറുമടല് സുന്നത്ത് കൂടിയാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ സുന്നത്താണ് സുറുമടല്. അതേസമയത്ത് ഈ കൺമഷി തേക്കുക എന്ന് പറഞ്ഞാൽ സുറുമടലല്ല. അത് കണ്ണിന്റെ ആ ഭാഗത്ത് ഒരു കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ചുറുക്ക് കൂടാൻ വേണ്ടിയിട്ടില്ലേ. സംഗതി
ഒരു ഭംഗി തന്നെയാണ് അത്. അത് ഇടാൻ പറ്റുമെന്നുള്ളതാണ്. അത് വിരോധമൊന്നുമില്ല, അത് അനുവദിക്കപ്പെട്ട വിഷയമാണ്. പിന്നെ വുളൂവിന്റെ വെള്ളം ചേരുമോ ഇല്ല എന്നുള്ളതാണ്. വുളൂവിന്റെ വെള്ളം ചേരൂല എന്നുള്ളത് കൊണ്ട് ഉപയോഗിക്കൽ ഹറാമാണ് എന്ന് പറയരുത്, മനസ്സിലാക്കരുത് കേട്ടോ. ഇനി ഒരു പെണ്ണ് എന്ത് ചെയ്ത് അവൾ കൺമഷി ഉണ്ടല്ലോ, ആ കൺമഷി ഒരു കട്ടിയുള്ള സാധനമാണ് അല്ലെ, കട്ടിയുള്ള സാധനമാണ്. പിന്നെ അത് ഇട്ടാൽ വുളൂവിന്റെ വെള്ളം ചേരൂല നിൽക്കുക, ചേരുകയില്ല എന്നാലും ഇടുക ചെയ്യാം. പക്ഷെ വുളൂ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് നീക്കിക്കൊണ്ട് ശരിക്കും വെള്ളം ചേർക്കണം, അത്രേ ഉള്ളൂ. അതല്ലാതെ വുളൂവിന്റെ വെള്ളം ചേരാത്തൊരു സാധനം തീരെ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ നിയമം ഇല്ലാന്ന്. വുളൂവിന്റെ വെള്ളം ചേർക്കേണ്ട സമയത്ത് വുളൂവിന്റെ വെള്ളം ചേർക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ സ്ത്രീകൾക്ക് അത് ഇടുക ചെയ്യാം, പിന്നെ കൺമഷൊക്കെ ഇടാം. പക്ഷെ അത് വളരെ കട്ടിയുള്ള വുളൂവിന്റെ വെള്ളം ചേരാത്ത രീതിയിലുള്ള സാധനമാണ് എങ്കിൽ വുളൂ ചെയ്യുന്ന സമയത്ത് അത് നീക്കം ചെയ്തുകൊണ്ട് അവിടെ ശരിക്കും വെള്ളം ചേർക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഒലോർക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും ഇടും ചെയ്യാം. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അൽ ഖലഫ് അല്ലേ, അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച ജുമുഅന്റെ മുമ്പ് തന്നെ ഓതണം ഇല്ല, അങ്ങനെയില്ല. അൽ കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്താണ്, ഒരിക്കൽ ഓതൽ സുന്നത്താണ് അല്ലേ. എന്നാൽ അത് പെരുപ്പിക്കലും പ്രത്യേകം സുന്നത്തുണ്ട്. രാത്രിയും പകലും ഓതൽ പ്രത്യേക സുന്നത്തുണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവുണ്ടല്ലോ, വ്യാഴാഴ്ച മഗ്രിബായ പിന്നെ വെള്ളിയാഴ്ചന്റെ രാവാണത്. അപ്പൊ ആ രാത്രിയിലും പിന്നെ വെള്ളിയാഴ്ച പകലിലും അൽ കഹ്ഫ് ഓതൽ സുന്നത്തുണ്ട്. അത് മടക്കി ഓതൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. ഏറ്റവും പ്രധാനം വെള്ളിയാഴ്ച പകലിൽ ജുമുഅക്ക് മുമ്പാണ് ഏറ്റവും പ്രധാനം. അപ്പൊ വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറത്ത് ഓതുന്നതിന് കൂലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ ഓതിയാൽ തന്നെ അതിന്റെ സവാബ് ലഭിക്കും. പക്ഷെ ഏറ്റവും പ്രധാനം പിന്നെ വെള്ളിയാഴ്ച രാവും പകലും മടക്കി ഓതൽ സുന്നത്തുണ്ട്, പ്രത്യേകം സുന്നത്തുണ്ട്. ഏറ്റവും പ്രധാനം, ഏറ്റവും അഫ്ളല് വെള്ളിയാഴ്ച പകലിൽ ജുമുഅക്ക് മുമ്പായിട്ട് ഓതുന്നതിനാകുന്നു. അൽ കഹ്ഫ് സൂറത്ത്. ഉസ്താദെ, ജുമുഅ ഖുതുബ തുടങ്ങിയ ശേഷം വരുന്നവർ ഖുതുബ കേൾക്കാൻ ഇരിക്കലാണോ അതോ സുന്നത്ത് നിസ്കരിക്കലാണോ ഉത്തമം? ജുമുഅ ഖുതുബ തുടങ്ങിയതിന് ശേഷം പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരികയാണ്, അയാൾക്ക് ഉത്തമം 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ഇരിക്കുക, എന്നിട്ട് ഖുതുബ കേൾക്കുക, അതാണ് സുന്നത്ത്. എങ്ങനെ? ഖുതുബ തുടങ്ങിക്കണ്, ഖുതുബ തുടങ്ങിയതിന് ശേഷം, ഖുതുബ തുടങ്ങണം ഇല്ല, ഇമാം ഖുതുബക്ക് വേണ്ടി മിമ്പറിൽ ഇരുന്നിക്കണ്, അതിനുശേഷം പള്ളിയിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ അയാൾ ഇരിക്കുന്നതിന് മുമ്പായിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക, എന്നിട്ട് ഇരിക്കുക, അതാണ് സുന്നത്ത്. ഇരുന്നതിന് ശേഷം പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരം സഹിയാവുകയില്ല, അത് ഹറാമുമാണ്. എങ്ങനെ? അപ്പൊ ജുമാന്റെ മുമ്പ് തന്നെ അല്ല, ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് തന്നെ പള്ളി വന്ന ഒരാളാണ്, അയാൾ പിന്നെ ഖതീബ് മിമ്പറിൽ വന്ന് ഇരുന്നതിന് ശേഷം പിന്നെ ആൾ എഴുന്നേറ്റ് നിസ്കരിക്കുക, ആ നിസ്കാരം ഹറാമാണ്, അത് സഹിയാവുകയും ഇല്ല. നേരെ മറിച്ച് ഖതീബ് മിമ്പറിൽ ഇരുന്നതിന് ശേഷം അപ്പോൾ പള്ളിക്ക് കടന്നു വന്ന ആളാണ്, പള്ളി കടന്നു വന്ന ആൾക്ക് 2 റക്അത്ത് തഹിയ്യത്ത് സുന്നത്തുണ്ടല്ലേ, അയാൾക്ക് എന്ത് ചെയ്യാം, 2 റക്അത്ത് നിസ്കരിക്കാം. അത് ആ തഹിയ്യത്തിന്റെ നിയ്യത്തോട് കൂടി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അത് ളുഹൂറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരമോ അതല്ലെങ്കിൽ സുബ്ഹി ഖളാ വിട്ടുള്ള ഒരാളാണത്, അയാൾക്ക് സുബ്ഹി ഖളാ വിട്ട് അങ്ങനെയൊക്കെ ആവാം. 2 റക്അത്തിനേക്കാൾ കൂടാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഉത്തമവും അത് തന്നെയാണ്. ഏത്? ജുമുഅ ഖുതുബ തുടങ്ങിയ ശേഷം പള്ളിയിലേക്ക് ഒരാൾ പ്രവേശിച്ചിട്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിരിക്കലാണ് അയാൾക്ക് ഉത്തമം. പിന്നെ സക്കാത്ത് മുൻകൂട്ടി കൊടുക്കാമോ? വർഷം തികയുന്നതിന് മുമ്പ് കൊടുക്കാം, നിസാബ് പൂർത്തിയായ ശേഷം. സക്കാത്ത് കൊടുക്കേണ്ടുന്ന ഒരു കണക്കുണ്ടല്ലോ, ആ ഒരു നിസാബ്, ആ നിസാബ് പൂർത്തിയായിട്ടുണ്ട്, ഒരു വർഷം തികഞ്ഞിട്ടില്ല എന്നൊക്കെ, എന്നാലും സക്കാത്ത് കൊടുക്കാം. മനസ്സിലായിട്ടുണ്ടാവില്ലേ? 2 വർഷത്തിൽ ഒന്നിച്ചു കൊടുക്കാൻ പാടില്ല, അത് പറ്റൂല. 2 വർഷത്തിന്റെ സക്കാത്ത് ഒന്നിച്ചു കൊടുത്താലേ അത് സഹീഹാവുകയില്ല. പിന്നെ കാരണം എന്താണ്, 2ാമത്തെ വർഷത്തിന് ഇവിടെ പിന്നെ ഒന്നും ആയിട്ടില്ല, 2ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. അപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ പൈസ അങ്ങനെ സ്വരൂപിക്കാൻ തുടങ്ങി, മുഹറത്തിലാണ് അയാൾ പൈസ സ്വരൂപിക്കാൻ തുടങ്ങിയത്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ ആയപ്പോഴേക്കും അയാളുടെ കയ്യിൽ നിസാബ് തികയുന്ന സംഖ്യ ഉണ്ടായി. 595 ഗ്രാം വെള്ളിക്ക് വേണ്ടി വരുന്ന സംഖ്യ അയാളുടെ കയ്യിലുണ്ടായി. ഇപ്പൊ അയാളുടെ കയ്യിലുള്ള പിന്നെ അയാൾ എന്ത് ചെയ്യാണ്,
അയാളുടെ കൈയുള്ള സംഖ്യക്ക് ഇപ്പൊ നിസാബ് പൂർത്തിയായിട്ടുണ്ട്, പക്ഷെ വർഷം പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അയാളുടെ കൈയുള്ള ഈ സംഖ്യക്ക് വർഷം പൂർത്തിയായിട്ടില്ലെങ്കിലും നിസാബ് തികഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ സംഖ്യയാണ് അയാളുടെ കൈയുള്ളത്. അപ്പോൾ അയാൾക്ക് അപ്പോൾ തന്നെ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ്, നിർബന്ധമില്ല, അനുവദനീയമാണ്. ഫ്രീ ഫ്രം ആൽക്കഹോൾ എന്ന് എഴുതാത്ത സ്പ്രേ എല്ലാം നിഷിദ്ധമാണോ? അല്ല, നിഷിദ്ധമല്ല. ഫ്രീ ഫ്രം ആൽക്കഹോൾ എന്ന് എഴുതാത്ത എല്ലാ സ്പ്രേയും നിഷിദ്ധമാണോ? നിഷിദ്ധമല്ല, ഉപയോഗിക്കാം. ഉപയോഗിക്കാം, അതുകൊണ്ട് വിരോധമില്ല. ഞാൻ എന്റെ ചെറുപ്പക്കാലത്ത് 18 വർഷം മുമ്പ് ഒരാളുടെ തെങ്ങിൽ നിന്നും ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ ഇളനീര് തിന്നു. ഇളനീര് തിന്നല, അത് കുടിക്കലല്ലേ, അതിന്റെ അകത്ത് കാമ്പും ഉണ്ടാവൂലല്ലേ. തിന്നു. ഇന്ന് ആ ഉടമസ്ഥൻ മരണപ്പെട്ടു. അവരുടെ മക്കളുണ്ട്. ഞാൻ എങ്ങനെ അവരെ പൊരുത്തപ്പെടിക്കും? മക്കളെ കൊണ്ട് പോയി പൊരുത്തപ്പെടിപ്പിക്കുക. അയാളുടെ സ്വത്തിന്റെ അവകാശികളായ ആളുകളുണ്ടല്ലോ, അയാളുടെ സ്വത്തിന്റെ അവകാശികളായ ആളുകൾ, ആ അവകാശികൾക്ക് എന്ത് ചെയ്യാ? ആ അവകാശിയോട് പറയാം, ഞങ്ങൾ ഒരാൾ നേരിട്ടുണ്ട്, ആ മക്കൾക്ക് അത് പിന്നെ വീതിച്ചു കൊടുക്കുക, എന്തേ ചെയ്യന്നെ, അതിന്റെ കണക്ക്. അല്ലെങ്കിൽ അയാൾ പൊരുത്തപ്പെട്ട പ്രശ്നം ചെയ്യാനും. പിന്നെ അത് അയാളുടെ ഇതിനാട്ടാ, അത് അതല്ല പിന്നെ മറ്റാ മരിച്ചു പോയ ആളുണ്ടല്ലോ, അയാൾക്ക് വേണ്ടി മഗ്ഫിറത്ത്, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അയാൾക്ക് ദോഷം പുറത്തു കൊടുക്കാനും ഒക്കെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എനിക്ക് നാട്ടിൽ പോവേണ്ട അത്യാവശ്യമുണ്ട്. കഫീൽ ഒന്ന് വിട്ടുകിട്ടാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ പ്രത്യേകം ദുആ ചെയ്യണം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ നാട്ടുപോക്ക് എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫളൽ കൊണ്ട് നാട്ടിൽ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരട്ടെ. അതിന്റെ മാർഗങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. നിങ്ങളെ പറഞ്ഞയക്കാനുള്ള സന്മനസ് നിങ്ങളുടെ കഫീലിന് അല്ലാഹു തആല നൽകട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദെ, വെള്ളിയാഴ്ച ദിവസം എന്നും ഒരാൾ ഒരേ സ്ഥലത്ത് പള്ളിയിൽ ഇരിക്കുന്നത്, എന്നാൽ ഒരു ദിവസം മറ്റൊരാൾ ആ സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് എന്നാൽ അയാൾ അവിടെ നിന്ന് മാറിയിരിക്കണമെന്ന് പറയാൻ പറ്റുമോ? പാടില്ല, അങ്ങനെ പാടില്ല. ഇരിക്കുന്ന സ്ഥലത്ത് ഒരാൾ എഴുന്നേൽപ്പിക്കാൻ പാടില്ല. അത് അയാൾക്ക് തൃപ്തി ഇല്ലാത്ത വിഷയമാണെങ്കിൽ അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കൽ ഹറാമാണ്. അതേസമയത്ത് ആൾക്ക് തൃപ്തിയൊക്കെ ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഇരിക്കുമ്പോൾ അയാൾക്ക് പ്രത്യേകം സൗകര്യമൊക്കെ ഉണ്ട്. എവിടെ നീക്കും, എന്നാ എനിക്ക് ഇവിടെ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ വളരെ സംതൃപ്തിയോട് കൂടി എഴുന്നേറ്റ് തരാൻ, അതുകൊണ്ട് വിരോധമില്ല. അതേസമയത്ത് അയാൾക്ക് തൃപ്തിയില്ലാതെ ഒരാൾ ഒരു സ്ഥലത്ത് ഇരിക്കാൻ അവിടുന്ന് എഴുന്നേൽപ്പിക്കൽ ഹറാമാണ്. വീട് പണിക്ക് വേണ്ടി സ്വരൂപിക്കുന്ന പണത്തിന് സക്കാത്ത് കൊടുക്കണം. വീട് പണിക്കാരും വേണ്ടില്ല, ഏത് ഇതിലാണ് വേണ്ടില്ല. ഒരാൾ പൈസ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്, അത് നിസാബ് തികഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസാബ് തികഞ്ഞോടെ മുതൽ 1 വർഷം പൂർത്തിയായാൽ അതിന് സക്കാത്ത് കൊടുക്കുക നിർബന്ധമാണ്. വീട് പണിയാൻ തുടങ്ങി നിൽക്കുക, വീട് പണിയാൻ തുടങ്ങി പൈസ കൊണ്ട് കഴിഞ്ഞു പോയി, അതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ വീട് പണി തുടങ്ങി നിസാബിന്റെ താഴെയുള്ള സംഖ്യയിലേക്ക് പോയി, എന്നാലും സക്കാത്ത് കൊടുക്കണ്ട. നിസാബ് തികഞ്ഞിട്ടുണ്ട്, അത് എന്തിനു വേണ്ടി സ്വരൂപിച്ച് വെച്ചാലും ശരി, നിസാബ് തികഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർഷം നിസാബ് തികഞ്ഞോടെ മുതൽ 1 വർഷം പൂർത്തിയായി, എന്നാലും സക്കാത്ത് കൊടുക്കണം. നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഹദീസ് തെളിവുണ്ടോ? ഇവിടെ തെളിവ് ഉദ്ധരിക്കലല്ല ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ മസല പറയലാണ്. നിസ്കാരത്തിന് ശേഷം ഉള്ള കൂട്ടുപ്രാർത്ഥന സുന്നത്തുണ്ടോ? സുന്നത്തുണ്ട്. അതാണ് ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ വിഷയം ഇപ്പൊ ഒരു ഇതല്ലല്ലോ, ഒരു ആദർശ ഒരു സംസാരമല്ലേ, ഒരു ആദർശ ചർച്ച അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ മസല പറയലാണ്. മസല പറയാന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ അവരുടെ കിതാബുകളിൽ എന്താണ് ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഇവിടെ പറയാം. അപ്പോ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ ഇമാമ് അല്ലേ, ഫർദ് നിസ്കാരത്തിന് ശേഷം ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട് അല്ലേ. ഏത് ദുആയാണ് ഏറ്റവും ഉത്തരം ലഭിക്കുന്ന ദുആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ പറഞ്ഞത് എന്താണ്? ജൗഫുല്ലൈൽ, ഒന്ന് പാതിരാ സമയത്തുള്ള ദുആ, മറ്റൊന്ന് ദുബ്ര കുല്ലി പിന്നെ മക്തൂബത്തിൻ, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ. അപ്പൊ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട്. അത് ഹദീസ് കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട വിഷയമാണ്. എന്നാൽ കൂട്ടുപ്രാർത്ഥനക്ക് പ്രത്യേക ഇജാബത്തുണ്ട്, അതും പിന്നെ ഹദീസ് കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട ദുആയാണ്. ഒരാൾ എന്ത് ചെയ്യാ,
ദുആ ചെയ്യുക, കുറെ ആളുകൾ ആമീൻ ചെല്ലുക. അപ്പൊ അങ്ങനെയുള്ള ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട്. അപ്പൊ പിന്നെ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടം അതിന് പിന്നെ പ്രത്യേകം തെളിവിന്റെ ആവശ്യമില്ല. അങ്ങനെ അത് പാടില്ല, അത് വിരോധിച്ചുകൊണ്ടുള്ള ഹദീസ് ഇല്ലാതിരുന്നാൽ മതി. നിസ്കാരത്തിന് ശേഷം ഉള്ള ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട് എന്നും തെളിഞ്ഞിട്ടുണ്ട്. കൂട്ടുപ്രാർത്ഥന വളരെ പുണ്യമുള്ള വിഷയമാണ് എന്ന കാര്യവും തെളിഞ്ഞിട്ടുണ്ട് നിൽക്കുക എങ്കിൽ അപ്പൊ അത് എപ്പോഴും കൂട്ടുപ്രാർത്ഥന അനുവദിക്കപ്പെട്ട വിഷയമാണെന്നാണ്. പിന്നെ അത് നിസ്കാരത്തിന് ശേഷം പറ്റൂലെങ്കിൽ അത് പ്രത്യേകമായ തെളിവ് അതിനാണ് കൊണ്ടുവരേണ്ടത്. ഈ പറഞ്ഞത് ഏതിന് ബാധകമല്ല, നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനക്ക് ബാധകമല്ല എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ എന്ത് തെളിവ് എന്ന് അവനോടാണ് ചോദിക്കേണ്ടത്. ആയിക്കോട്ടെ, നിങ്ങളെ അതല്ലേ പറഞ്ഞത്, ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള വിഷയമല്ല, നമ്മൾ കാര്യം പറയാണ്. അപ്പൊ ഫർദ് നിസ്കാരത്തിന് ശേഷം ഇമാമു ദുആ ചെയ്യുന്നത് സുന്നത്താണോ? മറ്റു മൗമൂമികൾ ആമീൻ ചെല്ലൽ സുന്നത്ത്, ഉറക്കെ ദുആ ചെയ്യൽ സുന്നത്തുണ്ടോ? ആവശ്യമാണെങ്കിൽ അത് സുന്നത്താണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാമ് ഉറക്കെ ദുആ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത് പഠിക്കാൻ സാധിക്കും എന്ന് ഇമാമിന് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇമാം ഉറക്കാൻ ചെയ്യില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ ആമീൻ ചെല്ലും എന്ന പ്രതീക്ഷയുണ്ട്. അപ്പൊക്കെ ഉറക്കെയാക്കൽ സുന്നത്താണ്. വെള്ളിയാഴ്ച സുന്നത്ത് കുളിയുടെ സമയം എപ്പോൾ തുടങ്ങും? ജുമാന്റെ സുന്നത്ത് കുളിന്റെ അത് സുബഹിക്ക് ശേഷം കിടക്കുള്ളൂ. പെരുന്നാൾ കുളിന്റെ മാതിരിയല്ല. പെരുന്നാൾക്കുള്ള കുളിന്റെ അല്ലേ, അത് രാത്രി പൗതിയായതിനു ശേഷം കുളിച്ചാലും പെരുന്നാൾ നിസ്കാരത്തിന്റെ സുന്നത്ത് കുളിയുടെ കൂലി കിട്ടും. നേരെ മറിച്ച് സാധാരണ വെള്ളിയാഴ്ച ജുമാന്റെ സുന്നത്ത് കുളിന്റെ ആ കുളിന്റെ സമയം കിടക്കല് വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷമാണ്. ഫജ്ർ സാദിഖിന് ശേഷം കുളിക്കണം, സുബഹിക്ക് ശേഷം കുളിക്കണം. അല്ല സുബഹിന്റെ മുമ്പ് കുളിച്ചാല് പിന്നെ ജുമാന്റെ സുന്നത്ത് കുളിന്റെ കൂലി കിട്ടൂല. നേരെ മറിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് ഉള്ളത് അങ്ങനെയല്ല. അത് രാത്രി പൗതിയായതിനു ശേഷം കുളിച്ചാലും പെരുന്നാൾ നിസ്കാരത്തിന്റെ സുന്നത്ത് കുളിയുടെ കൂലി കിട്ടും. നിസ്കാരത്തിൽ എഴുത്തിദാലിന്റെ നിരത്തിൽ കൈ കെട്ടുന്നതാണോ അഴിച്ചു കെട്ടുന്നത്? കൈകെട്ടലല്ല, കൈകെട്ടൽ സുന്നത്തല്ല, അഴിച്ചിടുക. എഴുത്തിദാലി സമയ അല്ലാഹു ലിമൻ ഹമിദാറിന്റെ കൈ കെട്ടുകയല്ല. സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് കൈ പിന്നെ താഴ്ത്തി വെക്കലാണ്. അങ്ങനല്ല ഹദീസിലുള്ളത്. മുഅ്തദിലായി, പിന്നെ റസൂൽ എന്ത് ചെയ്തു? നിന്നുകൊണ്ട് മുഅ്തദിലായി. ഈ മുഅ്തദിലാകാൻ റദ്ദിക്ക് നിൽക്കുക എന്നതിന്റെ അർത്ഥം. കൈയൊക്കെ ഓരോ അവയവവും അതിന്റെ ആ സ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ട് ഇങ്ങനെ റദ്ദിക്കാൻ നിൽക്കുക. അതിനാണ് സുമ്മ ഖാമ മുഅ്തദിലൻ, അല്ലെ? അങ്ങനെയല്ല ഹദീസിലുള്ളത്. അതെ. അപ്പോ പിന്നെ അത് മാത്രമല്ല, തെളിവുമില്ല. സമയ അല്ലാഹു ലിമൻ ഹമിദ ഇഅ്തിദാൽ കൈ കെട്ടി നിൽക്കുന്നതിന് വേറെ തെളിവും ഇല്ല, പരിഗണിക്കപ്പെടുന്ന രീതിയിലുള്ള തെളിവില്ലാന്ന്. കടം കൊടുത്ത പൈസക്ക് സക്കാത്ത് കൊടുക്കണം, വേണം. കടം കൊടുത്ത പൈസ ആണെങ്കിൽ അത് അവന്റെ ഉടമസ്ഥതയുള്ള പൈസ തന്നെയാണല്ലോ, അവനക്ക് കിട്ടുമല്ലോ, അവന് കിട്ടാനുള്ള പൈസയാണ്. അപ്പൊ അത് അവന്റെ ഉടമസ്ഥതയുള്ള പൈസ തന്നെയാണ്, അതിന് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. സക്കാത്തിന്റെ ഹിസാബ് കണക്ക് കുറഞ്ഞത് എത്രയാണ്? അതിന് നിസാബ് തികയുക എന്ന് അതിന് പറയാം. നിസാബ് തികയുക എന്ന് പറഞ്ഞാൽ പൈസന്റെ സക്കാത്തൊക്കെയാണ്, പലതിനും പല നിരക്കാണ്. സ്വർണത്തിന്റെ സക്കാത്ത് ആണെങ്കിൽ അതിന് 85 ഗ്രാമാണ് ഏറ്റവും ചുരുങ്ങിയത്. 85 ഗ്രാമിനേക്കാൾ ചുരുങ്ങിയ സ്വർണ്ണമാണ് ഒരാളുടെ കയ്യിലുള്ളത്, അതിന് സക്കാത്ത് ഇല്ല. 85 ഗ്രാം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളൂ. വെള്ളിയാണെങ്കിൽ 595 ചുരുങ്ങിയത്, 595 കുറഞ്ഞതിന് സക്കാത്ത് ഇല്ല. പൈസ ആണെങ്കിലോ, പൈസ 595 ഗ്രാം വെള്ളിയുടെ വിലയാണ്, അതിനേക്കാൾ ചുരുങ്ങിയ സംഖ്യ ഉള്ളെങ്കിൽ സക്കാത്തില്ല. ഒട്ടകമാണെങ്കിൽ 5 ഒട്ടകം വേണം, 4 ഒട്ടകം ഒരാളത്തുള്ളൂ നിൽക്കുക, എന്നാൽ സക്കാത്തില്ല. അങ്ങനെ ഓരോന്ന്. ആടാണെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ കണക്കുണ്ട്. അപ്പൊ ആ കണക്ക് അതിനാണ് നിസാബ് തികയുക എന്നുള്ളത്. അതിനേക്കാൾ ചുരുങ്ങിയതാണെങ്കിൽ അതിന് സക്കാത്തില്ല. സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. ഇനി കുട്ടികളില്ലാത്ത ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു സ്വാലിഹ്യങ്ങളായ മക്കളെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കുട്ടികളുള്ളവരുടെയൊക്കെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന, അല്ലാഹുവിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന സ്വാലിഹ്യങ്ങളായ നല്ല കുട്ടികളാക്കട്ടെ. ആമീൻ. പിന്നെ ഇനിയും കുറെ ഉണ്ടല്ലേ ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇന്ന് എന്റെ ഉപ്പ മരിച്ച 7 ആണ് ദുആ ചെയ്യുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉപ്പാക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഉപ്പ ചെയ്ത എല്ലാ സാലിഹായ അമലുകളെയും സ്വീകരിക്കട്ടെ. ഉപ്പായുടെ അടുക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഉപ്പാന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും പ്രകാശിപ്പിക്കുകയും ഉപ്പ ചെയ്ത സാലിഹായ അമലുകളൊക്കെ ഉപ്പാക്ക് തുണയായി ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹു ഖബറിൽ നൽകുകയും ചെയ്യട്ടെ. ഉപ്പാനെയും നിങ്ങളെയും നമ്മളെല്ലാവരും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നിമിഷം പോലും നരകത്തിൽ കടത്താതെ അവ്വലീങ്ങളോടുകൂടി സാബിഖീങ്ങളോടുകൂടി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജിവാറില്ലായ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും അള്ളാഹു തആല താമസിപ്പിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആളുകളും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് സ്വർഗം കാണിച്ചു തന്നുകൊണ്ട് നമ്മെ മരിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു തആല മരിപ്പിക്കട്ടെ.